പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഫോളോ ചെയ്യുന്ന, ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചന ശബ്ദങ്ങളൊക്കെ ശ്രവിക്കുന്ന, എനിക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും വളരെ ഗൗരവമായിട്ട് ശ്രദ്ധയോടെ തിരക്കൊക്കെ ഒഴിഞ്ഞ് ശാന്തമായിരുന്ന ദൈവവചനം മുന്നിൽ വെച്ചുകൊണ്ട്, അഥവാ ദൈവസന്നിധിയിലിരുന്നുകൊണ്ട് ശാന്തമായി ശ്രവിക്കണം എന്ന് ഞാൻ പ്രാരംഭത്തിൽ ദൈവനാമത്തിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി കുമ്പനാട് 102ാമത് കൺവെൻഷൻ നടക്കുകയാണ്. ഈ കൺവെൻഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ ഈ കൺവെൻഷന് വേണ്ടി 2 കോടി രൂപ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനറൽ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കത്ത് മുഖാന്തരം ലോക്കൽ സഭകളിലൊക്കെ അറിയിക്കുകയും സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ കത്ത് വരികയും ഒക്കെ ചെയ്തത് നിമിത്തം ഒരൊറ്റ മനുഷ്യൻ പോലും ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തെ സ്നേഹിക്കുന്ന, വചനപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പോലും ഈ പ്രാവശ്യത്തെ യോഗത്തിന് പോകരുത് എന്നും 1 രൂപ പോലും ഈ കാര്യത്തിന് വേണ്ടി കൊടുക്കരുത് എന്നും ഞാനൊരു വീഡിയോ എൻ്റെ യൂട്യൂബിൽ ചെയ്തിരുന്നു. അതിനുശേഷം ശക്തമായ നിലയിലുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അക്രമ മാർഗമല്ല, ബഹളത്തിൻ്റെ മാർഗമൊന്നുമല്ല, യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ നന്നായി പ്രതിഷേധിക്കുകയും ആ യോഗം സംബന്ധിക്കാതിരിക്കുകയും അവരവരുടെ ലോക്കൽ ചർച്ചുകളിലെ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുകയും ചെയ്തു. സ്വാഭാവികമായും കുമ്പനാട് കൺവെൻഷന് സാധാരണഗതിയിൽ നിന്ന് ആളുകൾ വളരെ കുറയുകയും അതനുസരിച്ചുള്ള കാഴ്ചകൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പോൾ കുമ്പനാട് സ്വാഭാവികമായിട്ടും വിശ്വാസ സമൂഹം സാധാരണ കഴിഞ്ഞ ദീർഘവർഷങ്ങളോളമായി കുമ്പനാട് കൺവെൻഷനിൽ സംബന്ധിക്കുന്ന ജനത്തിരക്ക് എല്ലാവർക്കും പകൽ പോലെ അറിയാം. യൂട്യൂബിൽ കഴിഞ്ഞ അനേക വർഷങ്ങളിലെ കുമ്പനാട് കൺവെൻഷൻ്റെ വീഡിയോ കിടപ്പുണ്ട്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ മറന്ന് ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്ന ഒരാത്മീയ സംഗമം എന്ന നിലയിൽ കുമ്പനാട് കൺവെൻഷൻ വളരെ അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ കൂടിയാണ്. എന്നാൽ ഇപ്രാവശ്യത്തെ കൺവെൻഷൻ സാധാരണ നടക്കുന്ന മീറ്റിങ്ങുകൾക്ക് വിപരീതമായി ആളുകൾ വളരെ കുറയുക എന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കൃത്യമായി വചനത്തിനു വേണ്ടി നിലപാടെടുത്തു എന്നും അതുകൊണ്ട് തന്നെ അവർ ആ യോഗങ്ങളിൽ സംബന്ധിക്കാതിരുന്നത് കൊണ്ടും പിന്നെ സ്ഥലം മാറ്റം പേടിക്കുന്ന കുറച്ച് പാസ്റ്റർമാരും അവരുടെ ഭാര്യമാരും അതുപോലെ തന്നെ കർത്താവിനേക്കാളും ദൈവവചനത്തെക്കാളും പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന വിഗ്രഹാരാധികളെന്ന് പറയാം. കാരണം അവർക്ക് പ്രസ്ഥാനമാണ്. കർത്താവ് കള്ളനാന്ന് പറഞ്ഞാലും ക്ഷമിക്കുന്നു, IPC കള്ളനാന്ന് പറഞ്ഞാൽ അടിക്കുന്നു. ആ ഒരു മനോഭാവമുള്ളവർക്ക് അതൊരു വിഗ്രഹമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ പ്രസ്ഥാനത്തെ ദൈവവചനത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ സ്ഥലം മാറ്റം പേടിച്ചും ഒക്കെ കടന്നുപോയ കുറച്ച് ആളുകളും പതിവ് പോലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ബംഗാളികളായിട്ടുള്ള, അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഗുജറാത്തികൾ, ബംഗാളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ബംഗാളികൾ, ബീഹാറിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ബീഹാറികൾ. ഇപ്പോൾ ഇവരെ ആരെയും മലയാളി എന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ, ഇങ്ങനെ സ്വാഭാവികമായി വരുന്ന ആളുകളും ഒക്കെയായി വന്നപ്പോൾ സാധാരണഗതിയിൽ നിന്ന് കുമ്പനാട് കൺവെൻഷൻ ഇപ്രാവശ്യം വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഒരു പരാജയം എന്ന പോലെ ആയിത്തീരുകയാണ് ഉണ്ടായത്. ഇപ്പോഴും കൺവെൻഷൻ നടക്കുന്നു. അപ്പോൾ MPFT എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഏതാണ്ട് 2015 മുതൽ ഷമീർ കൊല്ലത്തിൻ്റെ പിറകെ എപ്പോഴെങ്കിലും ഷമീർ കൊല്ലത്തിനെതിരെ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ്. അവർക്ക് കേരളത്തിലെ ഏത് പാസ്റ്റർമാർ എന്ത് പ്രസംഗിച്ചാലും പ്രശ്നമില്ല, കേരളത്തിലെ ഏത് പാസ്റ്റർമാർ എങ്ങോട്ട് പോയാലും പ്രശ്നമില്ല. പക്ഷെ ഷമീർ കൊല്ലം എന്ന പേര് എവിടെങ്കിലും കണ്ടാൽ, ഷമീർ കൊല്ലം എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ ഒട്ടനെ അതിൽ ചാടി പിടിക്കുന്ന
ഒരു ഭയങ്കര ആത്മാവാണ് MPFTക്ക്. ഓക്കെ, നല്ല കാര്യം ഇരിക്കട്ടെ. അപ്പോൾ MPFT എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാം. ഈ കുമ്പനാട് കൺവെൻഷനെ എതിർത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന ഷമീർ കൊല്ലം ഒന്ന്, ഞാൻ, രണ്ട് മറ്റൊരു ദൈവദാസൻ പ്രിൻസ് നിലമ്പൂർ, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ മറുപടി അദ്ദേഹം പറയട്ടെ. അതിൽ എൻ്റെ പേരും പടവും വന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം ക്രിസ്റ്റൽ ക്ലിയറായി തെളിവ് സഹിതം ദൈവമക്കളുടെ മുമ്പിലേക്ക് 1, 2, 3 എന്ന് കൊണ്ടുവരാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവരിതിൽ പറഞ്ഞിരിക്കുന്നത് ഈ കൺവെൻഷനെതിരെ ഷമീർ കൊല്ലം വിമർശിക്കാൻ കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ ലോബി എന്ന് പറഞ്ഞാൽ അമേരിക്കയിലിരിക്കുന്ന ഒരു ലോബി എന്ന് പറയുമ്പോൾ എന്തായാലും ഒന്നിലധികം ആളുകളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഭരണതലത്തിലിരിക്കുന്ന വത്സൻ അബ്രഹാമിൻ്റെയും ടീമിൻ്റെയും എതിരാളികളെന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ആരൊക്കെയോ അമേരിക്കയിലുണ്ട് പോലും. സത്യത്തിൽ അങ്ങനെ എതിരാളികളുണ്ടോ എന്ന് പോലും ദൈവം സാക്ഷിയായി പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം എനിക്ക് ഈ നേതൃത്വത്തിലിരിക്കുന്ന എല്ലാവരെയും ഒന്നും വ്യക്തിപരമായി പരിചയം പോലും, ഇവരെല്ലാവരുടെയും പേര് പോലും എനിക്കറിയത്തില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഏതായാലും അമേരിക്കൻ ലോബിയാണ് ഇതിൻ്റെ പിന്നിൽ. ഇവർ പ്രേരിപ്പിച്ചിട്ടാണ് ഷമീർ കൊല്ലം വിമർശിച്ച് പോസ്റ്റ് ഇടുന്നെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്കറിയാം, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പൊതുസമൂഹത്തോട് പങ്കുവച്ച എന്താ, ഈ IPC എന്ന് പറയുന്ന കുമ്പനാട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഗ്രൗണ്ടിൽ കിടന്ന് അടിയുണ്ടാക്കിയ ഒരു ടീം വിശുദ്ധരും മറ്റേ ടീം പാപികളും എന്നല്ല. അങ്ങനെ ഒരിക്കൽ പോലും ഷമീർ കൊല്ലം പറഞ്ഞിട്ടില്ല. ഏത് ടീമായിരുന്നാലും ഈ അധികാരമോഹവും ഈ വയസ്സാം കാലത്തുള്ള കസേരയ്ക്കടിയും ഈ പണക്കൊതിയുമെല്ലാം ദൈവവചനത്തിനെതിരാണെന്നാണ് നാളിതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന ഈ അടി, അത് ആരോ ആയിക്കോട്ടെ, ഏത് പാനലോ ജനറലോ സ്റ്റേറ്റോ സെക്രട്ടറിയോ ആരോ ആയിക്കോട്ടെ, ഇവരെ ഒരു ഭാഗത്തെ ശരിവെച്ചുകൊണ്ട് ഇന്നുവരെ ഒരു പോയിന്റ് ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു പക്ഷം എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം എന്താ? ഇനി അമേരിക്കയിൽ ആരെങ്കിലും എനിക്ക് പ്രതിഫലമോ പണമോ തന്നിട്ട് വിമർശിക്കുന്നതാണോ? ഞാൻ ചലഞ്ച് ചെയ്ത് അവരുടെ പേജിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കുമ്പനാട് കൺവെൻഷന് വിരോധമായി അവിടെ ആൾ കുറഞ്ഞു, അല്ലെങ്കിൽ ബംഗാളികളാണ് ഉള്ളത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഷമീർ കൊല്ലത്തിന് ആരെങ്കിലും 1 രൂപയോ അതിൽ മേപ്പോട്ടോ സ്വദേശത്തു നിന്നോ വിദേശത്തു നിന്നോ തന്നിട്ടുണ്ടെന്ന് അവർ തെളിയിച്ചാൽ ഞാൻ പ്രസംഗം നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസംഗമേ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പറയുന്നത് രേഖാമൂലം അല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞ ദർശനം കണ്ടോ? ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, ആകെ ഉള്ളത് ആൽഫ എന്ന് പറയുന്ന ഒരു IPCയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. അവിടെ ഇതുവരെ ഒരു പാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പോ ഒരു ചാറ്റോ ഞാൻ ഇട്ടിട്ടില്ല. ഈ കാണിക്കുന്നത് തെറ്റാണ്, ഇത് ദൈവവചനത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. അവിടെ ആരും എന്നോട് പേഴ്സണലി സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പാസ്റ്ററെ ഇങ്ങനെ ചെയ്യണം, ഞങ്ങളുണ്ട് കൂടെ എന്നും അവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എവിടുന്നാണ് ഈ അമേരിക്കൻ ലോബി ഷമീർ കൊല്ലത്തെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഇവർ ദർശനം കണ്ടതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. കുറച്ച് വർഷം മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഷമീർ കൊല്ലം മുസ്ലിം ചാരനാണെന്നാണ്. മുസ്ലിം ചാരനാണ്, NDFൽ നിന്ന് നുഴഞ്ഞു കയറി പെന്തക്കോസിനെ തകർക്കാൻ കയറി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ദൈവം നീതിമാനായതുകൊണ്ട് കാലങ്ങളോളം ഓരോ മുക്കിലും മൂലയിലും തെരുക്കോണിലും ജമാഅത്ത് പള്ളിയുടെ മുമ്പിലും ക്ഷേത്രമുള്ള ഏരിയയിലും ഏത് സ്ഥലത്തായിരുന്നാലും യേശുക്രിസ്തു അല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പൊതുസമൂഹം കേൾക്കെ ഇന്നയോളം പബ്ലിക്കിൽ പ്രസംഗിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നതുകൊണ്ട് ആ ആരോപണം ഏറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ചാരൻ എന്നുള്ളത് അങ്ങ് വിട്ടു. ഇപ്പം ഞാൻ അമേരിക്കൻ ചാരനായി, കുഴപ്പമില്ല, അത് ഇച്ചിരി ഒരു വെയിറ്റൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവർ പറഞ്ഞ ആരോപണത്തിലേക്ക് വരാം. കുമ്പനാട് കൺവെൻഷന് നിറയെ ആളുകൾ വന്നെന്നും ഭയങ്കര ആളായിരുന്നെന്നും ആളില്ല എന്ന് പ്രചരിപ്പിക്കുന്നത് ഷമീർ കൊല്ലത്തിൻ്റെ വ്യാജമായ ആരോപണമാണ് എന്നുമാണല്ലോ ഇവർ പറയുന്നത്. അതിനവർ പറഞ്ഞത് പകൽ സമയത്ത് ആളൊഴിഞ്ഞു കിടക്കുന്ന കസേരയുടെ ഫോട്ടോ എടുത്തിട്ട് ഉച്ച സമയത്തും പകൽ സമയത്തും ആളില്ലാത്ത ഫോട്ടോയും വീഡിയോയും എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആളില്ലെന്ന് വ്യാജം പ്രചരിപ്പിക്കുന്നു എന്നാണ്. എന്നാൽ
ദൈവമക്കൾ ആദ്യമായി കാണുക, ശ്രദ്ധിക്കുക. ഞാൻ 1, 2, 3 എന്ന് തെളിയിക്കാം എല്ലാ കാര്യങ്ങളും. നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. അത് പകലാണോ അതോ വൈകുന്നേരത്താണോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. അവിടെ എല്ലാ ലൈറ്റുകളും തെളിയിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും ഉച്ച സമയത്ത് അവിടെ ആരും ട്യൂബ് ലൈറ്റും ഹാലജൻ ലൈറ്റും ഒന്നും തെളിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. ഞാനിപ്പോൾ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കും. അപ്പോൾ അവിടെ എല്ലാ ലൈറ്റുകളും തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആ വീഡിയോയിൽ കേൾക്കുന്ന ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സെഷൻ മെസ്സേജ് കഴിഞ്ഞിട്ട് അനുഗ്രഹീതമായ ഒരു തിരുവചനം ദൈവം നമ്മെ കേൾപ്പിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അവിടെ സംസാരിക്കുന്ന ശബ്ദം നമുക്ക് ആ വീഡിയോ കേൾക്കാം. അർത്ഥാൽ വൈകിട്ട് യോഗം നടക്കുന്നിടത്ത് ഒരു സെഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സെഷനിലേക്കുള്ള അനൗൺസ്മെന്റ് നടക്കുന്ന സമയത്തുള്ള വീഡിയോ ആണത്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം, അത് കൃത്യമായി വൈകുന്നേരത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതിൻ്റെ അകത്തുള്ള ആളുകളെന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആളുകൾ ഒഴിച്ചാൽ ബാക്കി കേരളത്തിൽ നിന്ന് വന്ന മലയാളികൾ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധാപൂർവം കാണുകയും അതിൽ കേൾക്കുന്ന ശബ്ദം ശ്രദ്ധാപൂർവം ഒന്ന് കേൾക്കുകയും ചെയ്താട്ടെ. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണം എന്ന് ഞങ്ങളെ അപേക്ഷിക്കും. അങ്ങയുടെ മഹത്വം കണ്ട് ആരാധിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ കൂടുതൽ പ്രകാശിപ്പിക്കണം എന്ന് ഞങ്ങളോട് അപേക്ഷിക്കും. അവിടുന്ന് ആത്മാവാണ് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചു. അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്ന നിത്യസത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവിലെ സത്യത്തിലും ജീവന്റെ പുതുക്കത്തിലും ബുദ്ധിയുള്ളവരായും അങ്ങേ ആരാധിപ്പാൻ വേണ്ടുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ പകരണം എന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വിലപ്പെട്ട ദാസനിലൂടെ ആരാധന സംബന്ധിച്ച് ഞങ്ങളോട് സംസാരിച്ച ജീവന്റെ മൊഴികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ക്രിസ്റ്റൽ ക്ലിയറായി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ വീഡിയോയിൽ അവിടെ വൈകുന്നേരത്ത് നടന്നൊരു വീഡിയോ ആണ്. വളരെ കൃത്യമായിട്ട് നമ്മളവിടെ കണ്ടിരിക്കുന്നു. ഇനി ഈ ഒരു വീഡിയോ ഇനി വേണമെങ്കിൽ പറയും ഷമീർ കൊല്ലം ഇനി എഡിറ്റ് ചെയ്തെന്നോ ഉണ്ടാക്കിയെന്നോ പിന്നെന്തുവാ AI ഉണ്ടാക്കിയെന്നൊക്കെ വേണമെങ്കിൽ പറയും. അങ്ങനെയും പറയാവുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് ഒന്നുകൂടി ക്രിസ്റ്റൽ ക്ലിയറായി തെളിയിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ കഴിഞ്ഞ 4-ാം ദിവസം വൈകുന്നേരത്തെ സെക്ഷനിൽ സ്തോത്ര കാഴ്ചയ്ക്ക് അമേരിക്കയിൽ പാർക്കുന്ന ബേബി വർഗീസ് എന്ന് പറയുന്ന ദൈവദാസൻ സ്തോത്രകാഴ്ചയുടെ സമയത്ത്, ഏതായാലും പകല് സ്തോത്രകാഴ്ച എടുക്കുന്നില്ല, വൈകിട്ട് മീറ്റിംഗ് തുടങ്ങുന്ന സമയത്തല്ല സ്തോത്രകാഴ്ച എടുക്കുന്നത്, പ്രസംഗത്തിൻ്റെ പകുതിയിലോ പ്രസംഗത്തിന് മുമ്പോ ഒക്കെ ആണല്ലോ സ്തോത്രകാഴ്ച എടുക്കുന്നത്. അപ്പോൾ ആ സ്തോത്രകാഴ്ചയുടെ സമയത്ത് ആ കുമ്പനാട് ഗ്രൗണ്ടിൽ 4-ാം ദിവസം എത്ര പേരുണ്ടായിരുന്നു എന്ന് ഷമീർ കൊല്ലവും പറയണ്ട, പ്രിൻസ് നിലമ്പൂരും പറയണ്ട, വിമർശിക്കുന്നവരാരും പറയണ്ട. സാക്ഷാൽ ബേബി വർഗീസ് പാസ്റ്റർ പറയുന്ന വീഡിയോ നിങ്ങൾ ദയവായി ഒന്ന് ശ്രദ്ധിച്ചാലും. തുടർന്ന് നമുക്ക് അല്പം കൂടെ പണം ആവശ്യമുണ്ട്. ഈ മനോഹരമായ പന്തല്, ഇവിടുത്തെ ചെലവുകൾ, ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് വർക്കുകൾ, ഞങ്ങൾ പാരിഷ് ഹോളിന്റെ വർക്ക് തീർത്തു, ജല കൗൺസിൽ ഓഫീസ് വർക്ക് തീർത്തു, സ്റ്റാഫിന്റെ ഓഫീസ് വർക്ക് തീർത്തു, ഫുഡ്ശാലയുടെ വർക്ക് തീർത്തു, ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റ് ചില കാര്യങ്ങൾ കൂടെ ചെയ്യുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് വേണ്ടി. ആകയാൽ ഇവിടെ ഇരിക്കുന്ന 2500 പേർ 1000 രൂപ വീതം ഇന്ന് സ്തോത്രകാഴ്ച ഇട്ടാൽ നമുക്ക് ഒരു കടവും കൂടാതെ ഈ കൺവെൻഷൻ കഴിഞ്ഞു പോവുകയും ബാക്കി ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യുവാനും കഴിയും. കേട്ടല്ലോ. അപ്പൊ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇവിടെ 2500ഓളം പേരുണ്ടെന്നും 2500ഓളം പേരും 1000 രൂപ വെച്ച് ഓരോരുത്തർ സ്തോത്രകാഴ്ച ഇടണമെന്നും പറയുന്നു. ഈ 2500ഓളം പേര് ഉണ്ടെന്ന് ഇരിക്കട്ടെ, അദ്ദേഹം ഒരു ഏകദേശ കണക്ക് പറഞ്ഞിരിക്കട്ടെ, നമ്മൾ 2500 സമ്മതിക്കുന്നു. ഈ 2500-ൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരെ ഒരു 500 പേരെ കൂട്ടിക്കോ, കുറഞ്ഞത്. ഞാൻ അത് ഇനി കൂടുതൽ കൂട്ടിയിട്ട് വിഷമിപ്പിക്കുന്നില്ല. ഒരു 500 പേരെ കുറഞ്ഞത് കൂട്ടിക്കോ. ബാക്കി 2000 മലയാളികളാണോ കഴിഞ്ഞ വർഷങ്ങളോളം കുമ്പനാട് കൺവെൻഷന് കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക.
ഒന്നാം ദിവസം ഏറ്റവും കുറഞ്ഞത് 5000-നടുത്തുള്ള ആളുകളും 2-3 ദിവസങ്ങളാകുമ്പോൾ അത് 10,000-ഓളം ആവുകയും ലാസ്റ്റ് 3 ദിവസമാകുമ്പോൾ 15 മുതൽ 20,000 വരെയുള്ള ആളുകൾ സംബന്ധിക്കുന്ന ഒരു വലിയ സമ്മേളനമാണ് കുമ്പനാട് കൺവെൻഷൻ എന്ന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ 20 എന്ന് പറഞ്ഞത് അങ്ങ് കൂടിപ്പോയെങ്കിൽ വിട്ടാൽ കേവലം 15,000 എങ്കിലും ഉണ്ടാവും. എന്തുകൊണ്ടത് 2,500 അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ ഒഴിവാക്കിയാൽ 2,000-ഓളം ആയി കുറഞ്ഞു? ഇതാണ് നമ്മുടെ ചോദ്യം. എന്തുകൊണ്ട് കുറഞ്ഞു? കൺവെൻഷനിൽ ആള് കുറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും മഹാഭാവോ എന്തെങ്കിലും വലിയ ഗുരുതരമായ പ്രശ്നമാണ് കൺവെൻഷനിൽ ആള് കുറഞ്ഞത് എന്നല്ല ഷമീർ കൊല്ലത്തിൻ്റെ വാദം. കാരണം ഞാൻ കവലയിൽ പ്രസംഗിക്കുന്ന ആളാണ്. എൻ്റെ പ്രസംഗം കവലയിൽ കേൾക്കുന്നത് കടയിലിരിക്കുന്ന കടക്കാരനോ ആ കടത്തിണ്ണയിൽ സിഗരറ്റ് വലിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോ അല്ലെങ്കിൽ കള്ളു കുടിച്ചു നിൽക്കുന്ന ഒരു കള്ളുകുടിയനോ 10 പേരുള്ള സ്ഥലത്തും അഭിമാനത്തോടെ കർത്താവിനെ പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. എന്നെ കൺവെൻഷന് വിളിക്കുന്ന സ്ഥലത്തെ ഒരു സംഘാടകരോടും ഏകദേശം എത്ര പേർ അവിടെ കൂടുമെന്നൊരു ചോദ്യം നാളെ ഇതുവരെ ചോദിച്ചിട്ടില്ല. എത്ര പേര് കൂടിയാലും 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ആളിൻ്റെ എണ്ണം നോക്കി വരുന്ന ദൈവമല്ല. അപ്പോൾ കൺവെൻഷൻ ആള് കുറഞ്ഞത് കൊണ്ടല്ല, ആള് കുറഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷങ്ങളോളമായി വന്നുകൊണ്ടിരുന്ന ഈ കേരളക്കരയിലെ ആയിരക്കണക്കിന് ദൈവമക്കൾ എന്തുകൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്തില്ല? ഒരു ഉത്തരം വേണ്ടേ? അതിൻ്റെ ഉത്തരമാണ് നമ്മൾ പറയുന്നത്. ഈ കൺവെൻഷൻ തുടങ്ങുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ഈ കുമ്പനാട് ഗ്രൗണ്ടിൽ ഈ നടന്ന അടിപിടിയും ഈ നടന്ന പോലീസ് കേസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഉന്തും തള്ളും പിടിച്ചു തള്ളും ഈ തെറിവിളികളും കയ്യേറ്റങ്ങളും വാക്കേറ്റങ്ങളും ഒക്കെ നടന്നത് സെക്കുലർ മീഡിയയിൽ 24-ലും ഏഷ്യാനെറ്റും പോലെയുള്ള സെക്കുലർ മീഡിയകളിൽ ന്യൂസ് വന്ന് ഈ ലോകത്തുള്ള എല്ലാ മലയാളികളും കാണത്തക്കവണ്ണം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ IPC എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത്ര അധികം അപമാനിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് കുമ്പനാട് ഗ്രൗണ്ടിൽ സംഭവങ്ങൾ അരങ്ങേറി. നോക്കുക, അതിനുശേഷം ഇങ്ങനെ ഒരു യോഗം അവിടെ നടക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവശേഷിക്കുന്നു. എന്താണ്? എന്തുകൊണ്ട് വർഷങ്ങളോളം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ച, ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും നേതൃസ്ഥാനത്ത് നിലകൊണ്ട പാസ്റ്റർ KC ജോൺ അദ്ദേഹം എന്തുകൊണ്ട് ഈ കൺവെൻഷനിൽ ഇല്ല? പാസ്റ്റർ KC തോമസ് എന്തുകൊണ്ട് അദ്ദേഹം ഈ കുമ്പനാട് കൺവെൻഷനിൽ ഇപ്രാവശ്യമില്ല? സ്റ്റേജിലോ വേദിയിലോ ഇല്ല. എന്തുകൊണ്ട് ദാനിയേൽ കൊന്നു നിൽക്കുന്നതിൽ സ്റ്റേജിലോ ഗ്രൗണ്ടിലോ ഇല്ല? എന്തുകൊണ്ട് മറ്റ് അഭിഷിക്തരായ ദൈവദാസന്മാർ ഇപ്രാവശ്യത്തെ കുമ്പനാട് കൺവെൻഷനിൽ ഇല്ല എന്ന് ചോദിച്ചാൽ ഉത്തരം, അവരെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. സോ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ തമ്മിലുണ്ടായ അടിപിടി, അഥവാ സ്റ്റേറ്റും ജനറലും തമ്മിലുണ്ടായ അടിപിടി ഈ കൺവെൻഷൻ നടക്കുന്ന നിമിഷം വരെ നിരപ്പ് പ്രാപിച്ചിട്ടില്ല എന്ന് തന്നെയല്ലേ? മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി ഈ പറയപ്പെട്ട കഴിഞ്ഞ കൺവെൻഷനുകളിലെല്ലാം ഈ കുമ്പനാട് കൺവെൻഷനിലൊന്നും എന്തായാലും സുവിശേഷം പറയാറില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ വരുന്ന എല്ലാം വിശ്വാസികളാണ്. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, നിത്യജീവൻ പ്രാപിക്കണം എന്നൊക്കെ കേട്ടിട്ട് വർഷങ്ങളോളമായി. അതൊന്നും അവിടെ പറയാറില്ല. പിന്നെ ആകെക്കൂടെ ദൈവമക്കൾക്ക് ഒരല്പം സന്തോഷവും ആശ്വാസവും പ്രത്യാശയും പകരുന്ന നല്ല മെസ്സേജുകൾ കഴിഞ്ഞ കാലങ്ങളായി കുമ്പനാട് കൺവെൻഷനിൽ തന്നുകൊണ്ടിരുന്ന ദൈവദാസന്മാരാണ് പാസ്റ്റർ ഷിബു തോമസ് ഒക്കലഹോമ, പാസ്റ്റർ ഷാജി ദാനിയൽ, അതുപോലെ തന്നെ B മോനച്ചൻ പാസ്റ്റർ. അങ്ങനെ എണ്ണം എടുത്താൽ ഈ പറയപ്പെട്ട ദൈവദാസന്മാർ ഒന്നും തന്നെ ഈ കൺവെൻഷനിലില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ KC ജോൺ പാസ്റ്ററേയും KC തോമസ് പാസ്റ്ററേയും ദാനിയൽ കൊന്നു നിൽക്കുന്ന പാസ്റ്ററേയും പോലുള്ള ഈ അഥവാ സ്റ്റേറ്റിൽ ഉൾപ്പെട്ട, കേരള സ്റ്റേറ്റിൽ ഉൾപ്പെട്ട സഭകളിലെ ഒന്നും വിശ്വാസികൾ ഈ കുമ്പനാട് കൺവെൻഷന് സംബന്ധിച്ചിട്ടില്ല. സോ എന്തുകൊണ്ട് ആള് കുറഞ്ഞു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ഈ അടിപിടിയിൽ പോലീസ് കേസിൽ ഇതുവരെയും നിരപ്പ് പ്രാപിച്ചിട്ടില്ല. അങ്ങനെങ്കിൽ എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ
അടിപിടിക്ക് നിരപ്പ് പ്രാപിക്കാതെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പ്രാർത്ഥിച്ച് സംഭവിച്ചു പോട്ടെ, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ മാതൃകയാകേണ്ടവരാണ്. നാളെ നമ്മൾ പറയുന്ന സുവിശേഷം കേട്ട് ഒരാൾ വിശ്വാസത്തിലേക്ക് വരേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് കൈ കൊടുക്കാം, വിഷയങ്ങളൊക്കെ എല്ലായിടത്തും വരും, അത് തീരണം എന്ന് പറഞ്ഞ് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് അത് നിരപ്പ് പ്രാപിക്കാതെ ഇങ്ങനെ ഒരു യോഗം നടത്തപ്പെടുമ്പോൾ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ, ബൈബിളിലെ ദൈവത്തിന് ഈ യോഗവുമായി എന്ത് ബന്ധം? ഒന്ന് പറഞ്ഞു തരും. ബൈബിളിൽ പഠിപ്പിക്കുന്ന, കർത്താവ് പഠിപ്പിക്കുന്ന ദൈവവചനം അനുസരിച്ച് ദൈവസന്നിധിയിൽ അധരഫലമാകുന്ന സ്തോത്രയാഗം അർപ്പിക്കാൻ ഒരുത്തൻ കടന്നു വരുമ്പോൾ കൂട്ടു സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ അങ്ങോട്ട് പോയി നിരപ്പ് പ്രാപിച്ചിട്ട് വന്ന് എനിക്ക് യാഗം അർപ്പിച്ചാൽ മതി എന്ന് തിരുവചനം പറയുമ്പോൾ മർത്തോമ പള്ളി വിട്ട്, യാക്കോബ വിട്ട്, ഓർത്തഡോക്സ് വിട്ട്, CSI വിട്ട്, കത്തോലിക്ക വിട്ട് ഞങ്ങൾ വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് രക്തബന്ധങ്ങളെയും സ്വന്തക്കാരെയും എല്ലാം ഉപേക്ഷിച്ച് കമ്മലും മാല ഊരി ആക്ഷേപങ്ങൾ മുഴുവൻ കേട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടെ പച്ചയായി വചനവിരുദ്ധമായ ഒരു പ്രഹസനം നടക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ എന്തുകൊണ്ട് ദൈവമക്കൾക്ക് കഴിയുന്നില്ല? അത് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന വചനവിരുദ്ധമായ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അങ്ങ് കണ്ണടയ്ക്കണമെന്നാണെങ്കിൽ പിന്നെ പള്ളി വിട്ടത് എന്തിനാണെന്ന് ഞാൻ കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് പള്ളി വിട്ടത്? അവിടെ ഒരു കരോള് നടത്തിയപ്പോൾ തെറ്റെന്ന് പറഞ്ഞു, അവിടെ എന്തെങ്കിലും ഒരു വചനവിരുദ്ധമായ കാര്യം ചെയ്തപ്പോൾ തെറ്റെന്ന് പറഞ്ഞു. യാക്കോബക്കാർ ഡെഡ് ബോഡി അടക്കം ചെയ്യുന്നതിനെ കുറിച്ച് അടി ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ പെന്തിക്കോസുകാർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഭയങ്കര ഇതുണ്ടാക്കി. അതിനേക്കാൾ വലിയ അടി വിശുദ്ധന്മാരെന്ന് പറയുന്നവർ പട്ടാപ്പകൽ കിടന്ന് അടിക്കുക. എന്തുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറയുന്നതിന് പകരം ഞങ്ങളെപ്പോലുള്ളവർ ഇത് തെറ്റാണ്, നിരപ്പ് പ്രാപിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള യോഗം നടത്താനെന്ന് പറയുമ്പോൾ വചനത്തിന് വേണ്ടി നിൽക്കുന്നവൻ്റെ നേരെയാണ് വാളെടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കണം. ഈ കുമ്പനാട് നടന്ന അടിയുടെയും പിടിയുടെയും കാര്യം ഷമീർ കൊല്ലം മാത്രമല്ല ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഇത് പോസ്റ്റ് ചെയ്തതും ഇത് തിരുത്തപ്പെടണമെന്നോ ആവശ്യപ്പെടുന്നത് ഞാൻ മാത്രമല്ല, അനേകർ പ്രതികരിച്ചിട്ടുണ്ട്. സമുദായക്കാരായിരിക്കുന്നവരുടെ ഗ്രൂപ്പുകളിൽ, സമുദായക്കാരെന്ന് പറയുമ്പോൾ പാരമ്പര്യ ക്രൈസ്തവരായെന്ന് പറയുന്നവരുടെ ഗ്രൂപ്പുകളിൽ പെന്തക്കോസുകാർ വാരി വലിച്ചിട്ട് അലക്കുന്ന നിലയിൽ ഈ കുമ്പനാട്ടെ അടി വീഡിയോ പ്രദർശിപ്പിക്കപ്പെട്ടു. എല്ലാ പാസ്റ്റർമാരെയും എല്ലാ പെന്തക്കോസുകാരെയും ആക്ഷേപിച്ചു. ഇതിലൊന്നും പ്രശ്നമില്ല ഇവർക്കാർക്കും. ഷമീർ കൊല്ലം പ്രതികരിച്ചാൽ ഒട്ടനെ അത് പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അത് എൻ്റെ പേരിങ്ങനെ ആയതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇവരെ ഭരിക്കുന്നത്. ഇനി ഏറ്റവും വലിയൊരു കോമഡി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോണം. കുമ്പനാട് നടന്ന അടി ഷമീർ കൊല്ലം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. IPC നശിപ്പിക്കാൻ, IPC ഇല്ലാണ്ടാക്കാൻ എന്തിനിത് ചെയ്യുന്നു, അപ്പടി ഇപ്പടി. അതിൻ്റെ മറുപടി ഞാൻ പിന്നാലെ പറയാം. അപ്പം IPC ഇല്ലാണ്ടാക്കാൻ IPC എന്ന് പറഞ്ഞ് സ്നേഹം കാണിക്കുന്ന ഈ പറയുന്ന MPFT ഗ്രൂപ്പ് നിങ്ങൾ കണ്ടു നോക്ക്. ഈ പറയുന്ന ഓരോ അടിയും അവരാ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോന്നിൻ്റെയും ടൈറ്റിൽ നിങ്ങൾക്ക് വായിക്കാം. IPC നടന്ന അടി അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പോസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം IPCയിലെ നേതൃത്വ വാഴകൾ എന്നെഴുതിയ ഒരു പോസ്റ്റ്. നേതൃത്വത്തിലിരിക്കുന്ന വാഴകളാണെന്ന് പറഞ്ഞൊരു പോസ്റ്റ് MPFTക്കാരാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, മനസ്സിലായി? അപ്പം ഇവർക്കിതെല്ലാം ചെയ്യാം. അവർക്ക് പൊതുജനം കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ IPCയുടെ കുറ്റങ്ങൾ പബ്ലിക്കായിട്ട് എഴുതാം. എന്നാൽ ഞാനിത് പറയാൻ പാടില്ല. അപ്പോൾ ഇവർക്ക് പ്രശ്നം IPC ഏജിയും ചർച്ച ഓഫ് കോഡൊന്നുമല്ല, ഇവരുടെ പ്രശ്നം ഷമീറാണ്. അത് നല്ലപോലെ എനിക്കറിയാം. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കൾ കാര്യങ്ങളുടെ നിജസ്ഥിതി കൃത്യമായി വെളിപ്പെടേണ്ടതിനാണ് ഇത് ഒന്നുകൂടി കാര്യങ്ങൾ നിലപാട് വ്യക്തമാക്കുന്നത്. ഇനി അതിലും നല്ലൊരു കോമഡി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ അടി നടക്കുമ്പോൾ ഈ അടി നടക്കുന്ന വീഡിയോ ഒന്നും എടുത്തത് ഷമീറല്ല, ഞാൻ അവിടെ ഇല്ല. ഈ അടി നടക്കുന്ന വീഡിയോ എടുത്തതും ഇത് പുറത്തു പോയതും ഇത് മാധ്യമങ്ങളിലെത്തിയതും ഇതെല്ലാം പ്രചരിപ്പിക്കപ്പെടുന്നതും ഈ വിശുദ്ധന്മാർ തന്നെയാണ്. ഈ നേതൃത്വത്തിലിരിക്കുന്ന വിശുദ്ധന്മാർ തന്നെയാണ് ഈ വീഡിയോകളെല്ലാം എടുത്തിരിക്കുന്നത്, ഞങ്ങൾ ആരുമല്ല. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടോ. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വീഡിയോയിൽ അടി നടക്കുമ്പോൾ മൊബൈലും പിടിച്ചുകൊണ്ട് ഒരാൾ നിൽപ്പുണ്ട്. വീഡിയോ എടുക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. കണ്ടല്ലോ, ഈ വീഡിയോ എടുക്കുന്ന ആളാണ് ഈ ജനറൽ കൺവെൻഷനിൽ ഒരു സെഷനിൽ പ്രസംഗിച്ചത്.
അപ്പോൾ അടി നടക്കുന്നത് വീഡിയോയിൽ പിടിച്ച് അത് പുറത്തു വിടുന്ന ആളുകളും എല്ലാം വിശുദ്ധന്മാരാ. നമ്മളിത് തെറ്റാണ്, ഇത് ചെയ്യരുതെന്ന് പറയുന്ന നമ്മളാണ് മഹാഭാവികൾ. എങ്ങനെയുണ്ട്? അപ്പോൾ ഷമീർ കൊല്ലം, അമേരിക്കൻ ലോബി ഷമീർ കൊല്ലത്തെ ഉപയോഗിക്കുന്നു IPCയെ തകർക്കാൻ. ഞാൻ റോഡെ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷൻ, IPCയുടെ ഐഡന്റിറ്റി കാർഡ് പോലും ഇല്ലാത്ത, ഒരു സംഘടനയുടെ ലേബലില്ലാത്ത, റോഡിലിറങ്ങി സുവിശേഷം പറയുന്ന ഒരു സാധാരണ സുവിശേഷകൻ ഞാൻ വിചാരിച്ചാൽ IPC എന്ന പ്രസ്ഥാനം ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ എന്താ പൊട്ടനാണോ അങ്ങനെ ചിന്തിക്കാൻ? ഈ IPC എന്ന് പറയുന്ന പ്രസ്ഥാനം കുമ്പനാടെന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടിൽ മാത്രം കിടക്കുകയല്ല. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ IPC എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിച്ച് വിശുദ്ധിയും വേർപാടും സൂക്ഷിച്ച് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ട്. ഈ കസേരകളിയും ഈ അധികാരമോഹവും ഇതിനകത്തൊന്നും ശ്രദ്ധിക്കാതെ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ലേ? അവർക്ക് വേണ്ടി ദൈവം ഇത് നിലനിർത്തും. ഈ പ്രസ്ഥാനമൊന്നും നശിപ്പിക്കാനൊന്നും അല്ല. പകരം ഈ നേതൃത്വത്തിലിരിക്കുന്ന ജഡീകന്മാർ, ഇവർ കാണിക്കുന്ന ഈ ജഡീക നിലപാട്, ദൈവവചനവുമായിട്ട് ബന്ധമില്ലാത്ത ലോകമനുഷ്യർ പോലും കാണിച്ചു കൂട്ടാത്ത ഇമാതിരിയുള്ള വിക്രിയകൾ തിരുത്തപ്പെടണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പം എന്തുകൊണ്ട് കൺവെൻഷൻ ആൾ കുറഞ്ഞു എന്നുള്ളത് ഈ നേതൃത്വം തിരിച്ചറിയണ്ടേ? തിരിച്ചറിയണം. അതിനാണ് നമ്മളുടെ വിമർശനം എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം അടുത്തൊരു പോസ്റ്റ് എനിക്കെതിരെ MBFTയിൽ വന്ന് കണ്ടോ? IPCയുടെ നേതാവാകാനാണോ ഷമീർ കൊല്ലം വിമർശിക്കുന്നത്? എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഞാൻ ആദ്യകാലങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ ഗൾഫിലും മറ്റു സ്ഥലങ്ങളിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ദൈവമക്കൾ അവിടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഇവിടെ ഒത്തിരി പാസ്റ്റർമാരുണ്ട്, കുഴപ്പമില്ല, ശരി പഠിപ്പിക്കാൻ ആളില്ല, അത് വളരെ കുറച്ച് പേരെ ഇവിടെ ഉള്ളൂ, എല്ലാവരും അങ്ങനെ ആയാലും കുഴപ്പമില്ല ഇങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ വചനത്തിന് വേണ്ടി, സത്യവചനത്തിന് വേണ്ടി പിതാക്കന്മാരുടെ അതിര് നിൽക്കാതെ കൃത്യമായ ഉപദേശം പഠിപ്പിക്കുന്ന അനേക ദൈവദാസന്മാർ അവിടെയുണ്ട്. ഞാൻ മാനിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഞങ്ങളൊരു 2 വർഷത്തെ വിസ എടുത്തിടാം. പാസ്റ്റർ വെള്ളിയാഴ്ച മാത്രം വന്ന് ആരാധന നടത്തി, രാവിലെ വന്ന് ആരാധന നടത്തി, വൈകിട്ടത്തെ ഫ്ലൈറ്റ് തിരിച്ചു പൊക്കോ, 2 വർഷത്തേക്ക് വിസ എടുത്തു തരാമെന്ന് പറഞ്ഞ സഹോദരന്മാരുണ്ട്. അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞത് എൻ്റെ വിളി അതല്ല. ഈ കേരളത്തിലെ സ്ട്രീറ്റിൽ നിൽക്കാനാണ് ദൈവം എന്നെ വിളിച്ച്. അവിടുന്നാണ് ഞാൻ വന്നേ. ഇനി ഞാൻ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയാലും ആ സ്ട്രീറ്റിൽ കർത്താവിനെ അറിയാത്ത, യേശുവുമായി ബന്ധമില്ലാത്ത 10 പേരുടെ നടുവിൽ കർത്താവിനെ പ്രസംഗിച്ചിട്ട് പോകുമ്പോൾ അന്നത്തെ ഒരു ഉറക്കമുണ്ട്, അതിൻ്റെ ഒരു സുഖമുണ്ട്. അതുകൊണ്ട് ഞാനില്ല എന്നാണ് ആ കാലങ്ങളിൽ 2016, 17, 18 കാലങ്ങൾ വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലായോ? നാളത്തെ അവസ്ഥ എനിക്കറിയില്ല. പക്ഷെ ഇന്ന് വരെ അങ്ങനെ ഒരു സ്ഥാനത്തും വരാൻ ഞാൻ ആശിച്ചിട്ടില്ല. ഇനി വേറൊരാൾ പറഞ്ഞു കുമ്പനാട് കൺവെൻഷന് കയറാൻ പറ്റാത്തതിൻ്റെ വേദന. എൻ്റെ പൊന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കുമ്പനാട് കൺവെൻഷനിൽ ഷമീർ കൊല്ലത്തിന് പ്രസംഗിക്കണമായിരുന്നെങ്കിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പേ പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു. ഈ മണ്ടന്മാർ മനസ്സിലാക്കുന്നത് കുമ്പനാട് കൺവെൻഷനിൽ പ്രസംഗിക്കണമെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് മീഡിയ, എൻ്റെ സോഷ്യൽ മീഡിയ, എൻ്റെ ഫേസ്ബുക്കൊക്കെ ഉപയോഗിച്ച് IPCയെ ഓരോ ആഴ്ചയിലും വാരി പുകഴ്ത്തി അതിലെ നേതാക്കന്മാരെ കുറിച്ച് ഇൻ്റർവ്യൂ എടുത്ത് അവരുടെ അടുക്ക പോയി അച്ഛാ എന്ന് വിളിച്ച് നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇന്നത്തെ പല ആളുകളും ചെയ്യുന്ന കൂട്ട് അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞു വന്നാൽ എപ്പോഴേ കുമ്പനാട് കൺവെൻഷനിൽ എനിക്ക് പ്രസംഗനാകുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ അറിയാത്തൊരു മണ്ടനായതുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ലെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? താല്പര്യമില്ല. ഇനി എങ്ങാനും കുമ്പനാട് കൺവെൻഷന് മുമ്പോട്ടുള്ള കാലങ്ങളിൽ ഷമീർ കൊല്ലത്തെ പ്രസംഗിക്കാൻ വിളിച്ചു എന്നിരിക്കട്ടെ, ഞാൻ പോകും. പോയാൽ ഒരൊറ്റ പ്രസംഗം, അതിനുശേഷം പിന്നെ ഒരിക്കലും വിളിക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ ഇരിക്കുന്ന ഒരാളുടെയും മുഖം നോക്കി ഞാൻ സംസാരിക്കില്ല. അത് ഞാൻ വിദേശത്ത് പോയാലും ഗൾഫിൽ പോയാലും അമേരിക്കയിൽ പോയാലും പോകുന്നതനുസരിച്ച് അവിടുത്തെ സിറ്റുവേഷൻ കണ്ട് നിലപാട് മാറി പ്രസംഗിക്കുന്ന ആളല്ല ഞാൻ പോകുന്നിടത്തെല്ലാം എനിക്ക് കിട്ടാനുള്ള നന്മയോ വഴികളോ അടഞ്ഞിട്ടേ ഉള്ളൂ. വചനത്തെ വളച്ചൊടിച്ചോ കള്ളപ്രവചനം അടിച്ചോ തലേ കൈവച്ച് ആട്ടിയോ സുഖിപ്പിക്കുന്ന ദൂത് പറഞ്ഞോ ഒന്നും 10 രൂപ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് അറിയാഞ്ഞിട്ടൊന്നുമല്ല, അതൊന്നും അധിക കാലം നിൽക്കില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നേതാവാകാനാണോ എന്ന്
MBFT ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര താല്പര്യമില്ല. IPC എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അല്ല ഒരു പ്രസ്ഥാനത്തിൻ്റെയും നേതാവാകാൻ ഷമീർ കൊല്ലത്തിന് താല്പര്യമില്ല. ചുമ്മാ തരാമെന്ന് പറഞ്ഞാലും വേണ്ട. ഇവിടെ ഇതൊന്നും അല്ല വിഷയം. അപ്പോൾ ഇനി ഞാൻ മറ്റൊരു കാര്യം തിരിച്ചു ചോദിക്കാം. ഈ MPFT എന്ന് പറയുന്ന ഗ്രൂപ്പ് IPCയെ സ്നേഹിക്കുന്നു, IPCയോടുള്ള സ്നേഹം അങ്ങോട്ട് ഒലിച്ചിറങ്ങി നടക്കുക. എന്തുകൊണ്ട് ഈ യോഗം തുടങ്ങുന്നതിന്, കുമ്പനാട് കൺവെൻഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവരൊരു വലിയ ഗ്രൂപ്പാണല്ലോ, സ്വദേശത്തും വിദേശത്തും ദുബായിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉള്ള ടീം അതിൻ്റെ അകത്ത് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവർക്ക് എന്തുകൊണ്ട് ഈ സ്റ്റേറ്റിലെയും ജനറലിലെയും ആളുകളെ ഇരുത്തി നിങ്ങൾ തമ്മിൽ ഐക്യമത്യപ്പെടാതെ രമ്യതപ്പെടാതെ ഈ അടിയുണ്ടായി കണ്ട പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ ഇനി എന്ത് കയറി വിളിച്ചു പറയും? അതുകൊണ്ട് അത് പാടില്ലെന്ന് പറഞ്ഞ് അവരെ രമ്യതപ്പെടുത്താൻ ഒരു ശ്രമം എന്തുകൊണ്ട് നിങ്ങൾ നടത്തിയില്ല? നിങ്ങൾ IPCയെ സ്നേഹിക്കുന്നവരും ഞാൻ നശിപ്പിക്കാൻ നടക്കുന്നവനാണല്ലോ. പിന്നെ ചിലർ എന്നോട് ചോദിച്ചു, നിങ്ങളിത് പബ്ലിക്കിൽ പറയാതെ നിങ്ങൾ അവരെ വിളിച്ച് നേരിട്ട് നിങ്ങൾക്കൊക്കെ ബോധമുണ്ടോ? ഞാൻ IPCയുടെ അംഗീകരിക്കപ്പെട്ട ഐഡൻറ്റിറ്റി കാർഡുള്ള ഒരു പാസ്റ്ററോ കുമ്പനാട് ഗ്രൗണ്ടിലെ ഓഫീസിൽ കയറി ചെന്ന് വത്സൻ അബ്രഹാം ഇങ്ങോട്ട് വന്നാട്ടെ, പിന്നെ KC തോമസ് പാസ്റ്റർ ഇങ്ങോട്ട് വന്നാട്ടെ എന്ന് പറയാനുള്ള ലെവലിലുള്ള ആളെന്ന് ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാൻ IPCയിൽ ആരുമല്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ആരാ. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ ഫേസ്ബുക്കിലൂടെ എന്നോട് ചോദിച്ചു, താൻ ആരാടോ, താൻ IPCയിൽ ആരാ? ഞങ്ങൾ IPCയുടെ 4-5 തലമുറ, നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് വലിഞ്ഞു കയറി വന്നു. ഞാൻ അവിടുന്ന് ഇവിടുന്ന് വലിഞ്ഞു കയറി വന്ന ഒരാളാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ഞാൻ എങ്ങനെയാണ് പോയി ഈ നേതാക്കന്മാരുടെ തല്ല് തീർക്കണത്? അതിന് കഴിവുള്ള നിങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് IPC ഇത്ര സ്നേഹിക്കുന്നെന്ന് പറയുന്ന MPFT നിങ്ങളാരും ഈ കുമ്പനാട് കൺവെൻഷന് മുമ്പ് ഒരു മേശയ്ക്ക് ചുറ്റുമോ ഇരുത്തി ഈ പ്രശ്നം പരിഹരിക്കാനോ തീർക്കാനോ പരസ്പരം കൊടുത്ത 100-ലധികം വരുന്ന കേസുകൾ പിൻവലിപ്പിക്കാനോ ഉള്ള ശ്രമം IPCയെ സ്നേഹിക്കുന്ന നിങ്ങളെന്തുകൊണ്ട് നടത്തിയില്ല? നിങ്ങൾ നടത്തില്ല. കാരണം നിങ്ങൾക്ക് ആവശ്യം ഇരു ചേരിയിൽ നിൽക്കുന്നവരുടെ ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്ക് ആവശ്യം. നിങ്ങളുടെ പേജ് കാണുന്നവർക്കെല്ലാം അതറിയാം. 2 ചേരിയിലും പോയി ഇൻ്റർവ്യൂ എടുക്കും. KC തോമസിന് പറയാനുള്ളത്, വത്സൻ അബ്രഹാമിന് പറയാനുള്ളത്, അവിടെ പറയാനുള്ളത്, ഇവിടെ ഇങ്ങനെ 2 എണ്ണത്തിനെയും തമ്മിലടിപ്പിക്കുന്ന കുറുക്കന്മാരുടെ പരിപാടിയാണ് കാലങ്ങളായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഷമീർ കൊല്ലം പോയി പരിഹരിക്കാനോ തിരുത്തപ്പെടാനോ ഒന്നും പറ്റുന്ന കാര്യമൊന്നും അല്ലിത്. അതുകൊണ്ട് അത് എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാര്യം വ്യക്തമാക്കുന്നത്. ആൾ കുറഞ്ഞതൊന്നും അല്ല നമ്മുടെ വിഷയം. എന്തുകൊണ്ട് കുറഞ്ഞു? എന്തുകൊണ്ട് കേരളത്തിലെ അനേക ദൈവമക്കൾ യഥാർത്ഥമായി ദൈവവചനം പഠിക്കുന്ന, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന, രക്ഷാനിർണയം പ്രാപിച്ച, നിത്യതയ്ക്കായി പ്രത്യാശിക്കുന്ന, ഞാൻ എൻ്റെ സമുദായവും കുടുംബക്കാരെയും ബന്ധുക്കളെയും വിട്ടത് വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാനാണ് എന്ന് ബോധ്യമുള്ള ഒരാൾക്കും ഈ കുമ്പനാട് കൺവെൻഷനിൽ സംബന്ധിക്കാൻ കഴിയില്ല. കാരണം എന്താ? അവിടെ ബൈബിളിലെ ദൈവത്തിൻ്റെ പൊടി പോലും ആ പരിസരത്ത് ഉണ്ടാവില്ലല്ലോ. എങ്ങനെ ഉണ്ടാവും? തമ്മിൽ നിരപ്പ് പ്രാപിച്ചിട്ടില്ല. പിന്നെ അതും പോട്ടെ, അതിനപ്പുറത്ത് പറയാനാണെങ്കിൽ ഇത് പൊതുസമൂഹം കാണുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച തെറികൾ, ഒരു കള്ളുകുടിയൻ ജംഗ്ഷനിൽ നിന്ന് വിളിക്കാത്ത തെറികൾ വിളിച്ച വീഡിയോ എനിക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പൊതുസമൂഹം ഇത് കാണുന്നു, പലരുടെ ഹൃദയം കഠിനപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ചെയ്യാത്തതാണ്. മനസ്സിലായോ? എന്നിട്ട് ഒന്നും ചെയ്യാതെ, ഒരു നിരപ്പും പ്രാപിക്കാതെ, ഇനിയിപ്പം ഞായറാഴ്ച ആവാൻ പോവുക, കർത്തൃമേശ എടുക്കണ്ടേ? നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞതാ. ഞാൻ വിവരമില്ലാത്തവൻ, അറിവില്ലാത്തവൻ, പൊട്ടൻ, ഞാൻ മുസ്ലിം ചാരൻ, അല്ലെ അമേരിക്കൻ ലോബി, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ വലിയ ഭക്തന്മാരും വചനം അറിയുന്നവർ എനിക്കൊന്ന് പറഞ്ഞതാ. ഈ ഞായറാഴ്ച ഇവർ കർത്തൃമേശ എടുക്കുമല്ലോ, ഏത് വചനപ്രകാരം എടുക്കും? ഈ തെറി വിളിച്ചവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചവരും തള്ളിയിട്ടവരും കേസ് കൊടുത്തവരും ഓഫീസിൻ്റെ പൂട്ടടിച്ചു പൊട്ടിച്ചവരും എല്ലാം സ്റ്റേജിലിരുന്നിട്ട് നമ്മുടെ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിലെന്ന് പറഞ്ഞ് ഏത് ദൈവമാണ് ആ കർത്തൃമേശ വാഴ്ത്തി അനുഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞതാ. ഇങ്ങനൊക്കെ ചെയ്താലും ബൈബിളിലെ ദൈവം അവിടെ വന്നോളും, എല്ലാവരെയും തലോടും, പ്രസാദിക്കുമെങ്കിൽ എന്നാ പിന്നെ എന്തിനാണ് ഈ പള്ളി വിട്ടെന്നേ? അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, അവിടെ അങ്ങ് നിന്നപ്പോരെ. അപ്പൊ ഇതിൻ്റെ അകത്ത് വന്നത് വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാനാണെന്ന ബോധ്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ബോധ്യമുള്ള ദൈവമക്കൾ 100% പറയും ഇത് തെറ്റാണ്. ഇനി
2 കോടി രൂപ ഈ കൺവെൻഷൻ്റെ പിരിവ്. ആ നോട്ടീസ് അടിച്ചിറക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞതായിരിക്കും. 2 കോടി. എന്തിനാ ഈ 2 കോടി? IPC എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വത്സൻ അബ്രഹാം ഭരണത്തിൽ കയറിയതിന് ശേഷം യാതൊരു കടവുമില്ലെന്ന് അതിൻ്റെ സഞ്ചി തൂക്കുന്ന ആൾ പറയുന്ന വീഡിയോ കേട്ടോ പറയുമായിരിക്കും. നമുക്ക് കഴിഞ്ഞ വർഷം മറ്റൊന്ന് നമുക്ക് നമ്മുടെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പലർക്കും കടക്കാരനായിരുന്നു, പലർക്കും പൈസ കൊടുക്കേണ്ടിയിരുന്നു. 2016 ഒക്ടോബറിൽ എൻ്റെ ഇടത്ത് സൈഡിൽ കാണുന്ന സ്ഥലം നമ്മൾ വാങ്ങുന്നതിന് വേണ്ടി ഒരു 160 ലക്ഷം രൂപ, 1,60 ലക്ഷം രൂപ നമ്മൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. ഏതാണ്ട് ഞങ്ങൾ ഈ ഇപ്പോഴത്തെ സമിതി ചാർജ് എടുക്കുന്ന 19.5 വരെ അതിൽ നിന്ന് ഏതാണ്ട് 75 ലക്ഷം രൂപ മാത്രമേ തിരിച്ചടയ്ക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട്, അതായത് 19/5/23 മുതലുള്ള കഴിഞ്ഞ വർഷം 25 ഒക്ടോബർ വരെയുള്ള കാലഘട്ടങ്ങളിൽ ബാക്കിയുള്ള തുകയായ ഏതാണ്ട് 65 ലക്ഷം രൂപ കൊടുത്തു തീർക്കാൻ സർവീസ് അവസരം നമുക്ക് ലഭിച്ചു. ഒക്ടോബർ മാസത്തിൽ നമുക്ക് ബാങ്കിന്റെ അക്കൗണ്ട് എല്ലാം ക്ലോസ് ചെയ്ത് അവർക്ക് ക്ലോസ് ലെറ്റർ നമുക്ക് തന്നു. ഒരു രൂപ IPCക്ക് കടയില്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. 1,60 ലക്ഷം രൂപ വസ്തു വാങ്ങാൻ ലോൺ എടുക്കുന്നു. പഴയ ഭരണസമിതി 75 ലക്ഷം തിരിച്ചടച്ചു. പുതിയ ഭരണസമിതി 65 ലക്ഷം തിരിച്ചടച്ചു. കടം തീർന്നു. ഇനി ഒന്ന് കണക്ക് കൂട്ടി നോക്കേ. 75 ലക്ഷം പ്ലസ് 65 ലക്ഷം. ഞാൻ പഠിച്ചതനുസരിച്ച് 1,40,000 രൂപ ആവുന്നുള്ളൂ. ബാക്കി ഇത് 20 ലക്ഷം രൂപ അങ്ങനെ തീർത്തു. നോക്കി വായിക്കുന്ന ഒരു കണക്കിൻ്റെ അകത്ത് പോലും ഒരു ക്ലാരിറ്റി ഇല്ല. എന്നിട്ട് നേരത്തെ നമ്മൾ കേട്ട എന്താ, 2,500 പേരും ഓരോരുത്തർ 1000 രൂപ വെച്ച് ഇടണം ഒരു ദിവസം. അപ്പോൾ തന്നെ എത്ര ആയി ഒരു ദിവസത്തെ പിരിവെന്ന് ഓർക്കണം. ദിവസം ഇനിയും കിടക്കുക കൺവെൻഷൻ തീരാൻ. അപ്പോൾ പൊതുജനത്തെ പറ്റിച്ച് വരുന്ന മനുഷ്യരെ കൊള്ളയടിച്ച് പണം പിരിക്കുന്ന ഒരു പരിപാടിക്ക് എന്നതിൻ്റെ അപ്പുറത്ത് ബൈബിളിലെ ദൈവത്തിന് എന്താണ് ഈ കുമ്പനാട് ഇന്ന് ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ പ്രഹസനത്തിന് ദൈവവുമായിട്ട് എന്താ ബന്ധമെന്ന് നിങ്ങൾ വചനപരിജ്ഞാനവും അറിവുള്ളവരൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തന്നാട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലെങ്കിലും ഷിബു തോമസ് പാസ്റ്ററെ പോലെ, ഷാജി ദാനിയൽ പാസ്റ്ററെ പോലെ ആരെങ്കിലും വന്ന് 1 മണിക്കൂറെങ്കിലും അരമണിക്കൂറെങ്കിലും നമുക്കൊരു ആത്മീയ ചിന്തയെങ്കിലും നമുക്ക് ഗ്രൗണ്ടിൽ പോയില്ലെങ്കിൽ ഓൺലൈനിലൂടെങ്കിലും കേൾക്കാൻ കഴിയുമായിരുന്നു എന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അതും പോയിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം കേട്ട പ്രസംഗം എന്താ നിങ്ങൾ കേട്ടോ? അതേ കേട്ടെ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരിക, പെന്തക്കോസ്ത് എന്ന വിഭാഗത്തിന് വേണ്ടി സംസാരിക്കാൻ ചിലർ നമ്മുടെ അസംബ്ലിയിൽ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. യെസ്, പ്രാർത്ഥിക്കണം. പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ പലരും ഇങ്ങനെയൊരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് തെളിയിച്ചല്ലോ. അറിവുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ഇനിയുള്ള കാലത്ത് ജയം തീരുമാനിക്കുന്നത് പെന്തിക്കോസ്തുകാരാണ്. നമുക്കിതൊന്നും അറിയില്ല. രാഷ്ട്രീയക്കാർ ഇതിന്റെയൊക്കെ കണക്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ ഗ്രൂപ്പല്ല, നമ്മൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട എന്ന് പാടിയ ടീമുകളല്ലേ? ഇപ്പൊ എന്താ പറയുന്നത്? ലോകത്തിൽ ഞങ്ങൾ ജയിക്കുമെന്ന്. ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് പറഞ്ഞ കർത്താവ് മണ്ടൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ സ്നേഹത്തോടെ പറയാം, ഇതിപ്പം MBFTക്കാരുടെ പോസ്റ്റ് വേറെ ചില യൂട്യൂബർമാരൊക്കെ എടുത്തിട്ട് ഏറ്റുപിടിച്ച് ഷമീർ കൊല്ല IPCയെ വിമർശിക്കുന്നത് എന്തിന്, തകർക്കുന്ന എന്തിന്? ഞാനൊന്നും തകർക്കാൻ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന് പറഞ്ഞ കർത്താവാണെങ്കിൽ കർത്താവിന് അറിയാം. IPCയിലും AGയിലും ചർച്ച് ഓഫ് ഗോഡിലും ഷാരോണിലും എല്ലായിടത്തും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ വരവിനാവ് നോക്കി പാർക്കുന്ന ഒരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തെ സഭയെന്ന് വിളിക്കുന്നത്. ബാക്കിയെല്ലാം സംഘടനയാണ്. സംഘടനയെ ദൈവം സൂക്ഷിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സഭയെ കർത്താവ് സൂക്ഷിച്ചോളും. അതിനെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ സംഘടനയിൽ ഈ നേതാക്കന്മാർ കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പ്, ഈ ജഡീക പരിപാടിക്ക് കൈയടിച്ചുകൊണ്ട് നിൽക്കാൻ തൽക്കാലം ഷമീർ കൊല്ലത്തിന് താല്പര്യമില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഈ IPCയെ വിമർശിച്ചിട്ട് ഈ IPCയുടെ തന്നെ എത്രയോ കൺവെൻഷനുകളിൽ നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നു, അതെന്തിനാ പോകുന്നതെന്ന്. കുമ്പനാട്ട് നേതൃത്വം ഇരിക്കുന്ന ഈ ജഡീകന്മാർ
സുവിശേഷമായിട്ടോ ദൈവവചനമായിട്ടോ ഒരു ബന്ധമോ ആത്മാർത്ഥതയോ ഒരല്പം കൂറ് ദൈവവചനത്തോട് കാണിക്കാത്ത ഈ വിട്ടികൾ കിടന്ന് കാണിക്കുന്ന കസേരകളി പോലല്ല ലോക്കൽ IPC സഭകൾ. അവർക്ക് സുവിശേഷ ഭാരമുണ്ട്. അവിടുത്തെ ദൈവദാസന്മാർക്ക് ആത്മാക്കൾ നേടണമെന്നുണ്ട്. അവിടുത്തെ സഭകൾക്ക് കൺവെൻഷൻ നടത്തുന്നത് ഇതുപോലെ അടിയുണ്ടാക്കാനല്ല, ആത്മാക്കളെ നേടാനാണ്. അതുകൊണ്ട് ലോക്കൽ സഭകൾ സുവിശേഷ യോഗം വെക്കും. സുവിശേഷം പറയുന്ന ദേവദാസന്മാരെ അവർ വിളിക്കും. അവർ ഈ കസേര കളിയുടെ പുറകെ നടക്കുന്നവരല്ലാത്തത് കൊണ്ട് ഷമീർ കൊല്ലം പോയി പ്രസംഗിക്കും, നാളെയും പ്രസംഗിക്കും. എന്നെ വിളിക്കണമെന്ന് ഞാൻ ആരുടെയും പുറകെ നടക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ കേൾക്കുന്നവരൊന്ന് ചിന്തിച്ചു നോക്ക്. ഷമീർ കൊല്ലം കുറ്റം പറയുന്നു എന്നൊക്കെയാണ് ഇവരെല്ലാം പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഡിസംബർ, ജനുവരി, ഈ വരാൻ പോകുന്ന ഫെബ്രുവരിയിലെല്ലാം ഓൾമോസ്റ്റ് ഡേറ്റ് ദൈവകൃപയാൽ എൻ്റെ ഡേറ്റ് എല്ലാം കൊടുത്തു കൺവെൻഷന്. ഞാൻ ചോദിക്കട്ടെ, ഈ കുറ്റം കേൾക്കാനാണോ ഈ സംഘാടകർ പിന്നെയും എന്നെ വിളിക്കുന്നത്? സഭയ്ക്കകത്ത് വിമർശിക്കേണ്ട വിഷയങ്ങൾ വിമർശിക്കേണ്ടത് എൻ്റെ സോഷ്യൽ മീഡിയയിലാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ കൺവെൻഷന് വിളിക്കുന്ന സംഘാടകരോട് നിങ്ങൾ ചോദിക്കണം, ഷമീർ കൊല്ലം വന്ന് പ്രസംഗിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അയാൾ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് പോയോ? അതോ അവിടുത്തെ പരിസരക്കാർ അടുത്ത പ്രാവശ്യം ഇയാളെ വിളിക്കണമെന്ന് പറഞ്ഞു എന്ന് ചോദിക്കണം. നാട്ടുകാർ സംഘാടകരോട് പറഞ്ഞിട്ടുണ്ട്, ആ പുള്ളിയെ അടുത്ത വർഷം വിളിക്കണം കേട്ടോ, നല്ല പ്രസംഗമായിരുന്നു എന്ന് പറയുന്ന നിലയിൽ, എന്നെ കേൾക്കുന്ന ജനത്തിന് മനസ്സിലാകുന്ന നിലയിൽ യേശുക്രിസ്തുവിലല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന് പ്രസംഗിക്കാതെ ഒരു വേദിയും ഞാൻ വിട്ടിട്ടില്ല. യൂട്യൂബിൽ കാണുന്നവർ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ ഈ പ്രസംഗം തന്നെ ഞങ്ങളിതെല്ലാം പലവട്ടം കേട്ടിട്ടുണ്ടല്ലോ, ഇത് തന്നെയാണോ പ്രസംഗിക്കുന്നത്? അത് തന്നെ ഞാൻ പ്രസംഗിക്കുന്ന ഒരു കൺവെൻഷനിലും രക്ഷയെക്കുറിച്ചോ സ്നാനത്തെക്കുറിച്ചോ പ്രസംഗിക്കാതെ ഞാൻ പോകില്ല. ഞാൻ പ്രസംഗകനാണ്. ബൈബിളിൻ്റെ ഓരോ വിഷയങ്ങളുടെ ആഴങ്ങളും മർമ്മങ്ങളും തെളിയിക്കുകയല്ല എൻ്റെ ജോലി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിക്കുക. 3 ദിവസത്തിൽ 6 സെഷനിൽ 6 പ്രസംഗം പ്രസംഗിക്കാം. ബഹ്റിനിൽ പോയി 6 ദിവസം ബൈബിൾ ക്ലാസ് എടുത്തത് 6 വിഷയങ്ങളാണ്. 6 ദിവസമായിട്ടാണ് ഒരു വിഷയം തീർത്തിരിക്കുന്നത്. അതിനൊന്നും കഴിയാഞ്ഞിട്ടല്ല. യൂട്യൂബിൽ എല്ലാവരും കാണുന്നത് ഷമീർ കൊല്ലത്തിൻ്റെ ഒരു മെസ്സേജ് തന്നെയാണെങ്കിലും കോട്ടയത്ത് എന്നെ വിളിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ജനമല്ല ചെങ്ങന്നൂർ കേൾക്കുന്ന ജനം, അവിടെ കേൾക്കുന്ന ജനമല്ല പുനലൂർ കേൾക്കുന്ന ജനം, അവിടെ കേൾക്കുന്ന ജനമല്ല മാവേലിക്കര കേൾക്കുന്ന ജനം. അപ്പം എൻ്റെ മുമ്പിൽ ഞാൻ അഭിസംബോധന ചെയ്യുന്ന ജനങ്ങൾ വ്യത്യസ്തരാണ്. അതുകൊണ്ട് സുവിശേഷം ഞാൻ അവിടെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവിടെയും പറയും. പക്ഷെ യൂട്യൂബ് കേൾക്കുന്ന ജനം ഒന്നായതുകൊണ്ട് അവർ പറയും, ഇത് ഞങ്ങൾ കേട്ടതാണ്. നിങ്ങൾ കേട്ടോ, അതെൻ്റെ വിഷയമല്ല. എന്നെ ഓരോ സ്ഥലത്തും കേൾക്കുന്ന ജനം പുതുതാണ്. അതുകൊണ്ട് അവരോട് രക്ഷയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും പ്രസംഗിക്കാതെ ഒരു യോഗവും ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ലോക്കൽ സഭ എന്നെ വീണ്ടും പ്രസംഗിക്കാൻ വിളിക്കുന്നത്. അല്ലാതെ എന്താ കുറ്റം പറയുന്ന ഷമീറിനോടുള്ള സ്നേഹം മൂത്തിട്ട് വിളിക്കുകയാണോ? ഒന്നുമല്ല. അവർക്കറിയാം ഒരു പരസ്യത്തിന് വിളിച്ചാൽ ഞാൻ എന്ത് പ്രസംഗിക്കുന്നു, ഒരു കൺവെൻഷന് വിളിച്ചാൽ ഞാൻ എന്ത് പ്രസംഗിക്കുന്നു അറിയുന്നത് കൊണ്ടാണ് ലോക്കൽ സഭ എന്നെ വിളിക്കുന്നത്. അതിനാരും തൽക്കാലം വിളറി പൂണ്ടട്ടോ അല്ലെങ്കിൽ പല്ല് കടിച്ചിട്ടൊന്നും കാര്യമില്ല. അതങ്ങ് സഹിക്കുക നിവർത്തിയുള്ളൂ. ഇനിയിപ്പോൾ വിളിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ചെയ്തോന്നേ. നാട്ടിലെ കവലകളുള്ള കാലത്തോളം ഞാൻ റോഡിലിറങ്ങി പ്രസംഗിച്ചോളാന്ന് എത്രയോ കാലങ്ങളായത് ഞാൻ പറയുന്നു. ചർച്ച് ഓഫ് ഗോഡിൻ്റെ പന്തളത്തെ സെൻട്രൽ കൺവെൻഷനോ അതിൻ്റെ അങ്ങനത്തെ സെൻട്രൽ കൺവെൻഷൻ ഷമീർ കൊല്ലത്തെ വിളിച്ചതിൻ്റെ പേരിൽ ദുബായിൽ നിന്ന് വിളിക്കുന്നു, ഓസ്ട്രേലിയയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നെല്ലാം പുള്ളിയെ മാറ്റണം. എന്ത് സംഭവിച്ചു? അവർ പറഞ്ഞു പുള്ളിയെ വിളിച്ചത് ഞങ്ങളാണെങ്കിൽ പുള്ളി വരും പ്രസംഗിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പോയി പ്രസംഗിക്കുകയും ചെയ്തു. എത്ര വർഷമായിടോ ഇത് തുടങ്ങിയിട്ട്? 10-11 വർഷമായില്ലേ എൻ്റെ പുറകെ കൂടിയിട്ട്. വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ പൗലോസ് പറഞ്ഞ പോലെ എനിക്കറിയാം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ, ഏത് ദിവസം? ഒന്നുകിൽ കർത്താവ് വരുന്ന ദിവസം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് തട്ടിപ്പോകുന്ന ദിവസം, രണ്ടിലൊന്ന് സംഭവിക്കുന്നത് വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ മതിയായവനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പിന്നെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരട്ടെന്നേ, വന്നതിനേക്കാൾ കൂടുതൽ ഇനിയും വരട്ടെന്നേ. വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ ആ ദൈവത്തിനറിയാം എന്നെ നിലനിർത്താനും എന്നെ കൊണ്ടുള്ള ശുശ്രൂഷകൾ തയ്ക്കാനും. അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും ഇത്തരത്തിലുള്ള യൂട്യൂബർമാർ, ഞാൻ അവിടെ ഒന്നും പേര് പറയാത്ത ഈ യൂട്യൂബർമാരെയൊക്കെ ഞാൻ കണ്ടു, എനിക്കറിയാം. പക്ഷെ ഞാൻ ആ ചാനലിൻ്റെയോ നടത്തിപ്പുകാരൻ്റെ പേര് പറയാത്തത്, ഇവരെല്ലാം കുറേ കാലങ്ങളായി യൂട്യൂബ് ഒന്ന് വളർത്തി അതിൻ്റെ അകത്തൂടെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി, സബ്സ്ക്രൈബ് കിട്ടാൻ വേണ്ടി വഴിയെ പോകുന്ന വള്ളി എല്ലാം പിടിക്കുന്ന ടീമുകളാണ്. നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. എൻ്റെ യൂട്യൂബിൽ 80,000-ത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഡെയിലി 3 നേരം കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം വെച്ച് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ആളാണോ? നിങ്ങൾക്കറിയാലോ, പരിശോധിക്കുക. ഇതുപോലെ സംസാരിക്കേണ്ടുന്ന കാലിക പ്രസക്തിയുള്ള ഒരു വിഷയവും മറുപടി പറയേണ്ട ഒരു കാര്യവും വന്നാൽ
ഒരു വീഡിയോ ഇടും, വിട്ടേക്കും. പിന്നെ ശുശ്രൂഷയുടെ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യും. അല്ലാതെ ഈ യൂട്യൂബിൽ നിന്ന് ഇത് റീച്ച് കിട്ടാൻ വേണ്ടി വഴിയെ പോകുന്ന വള്ളി എല്ലാം വലിച്ചു കയറി പിടിച്ച് ഡെയിലി ഓരോ വീഡിയോ ഇട്ടോണ്ടിരിക്കുന്ന അണ്ണന്മാരൊക്കെ എനിക്കറിയാം. ഞാനത് ചെയ്യുന്ന ആളല്ല. സോ ഇത് ഇത്തരത്തിലുള്ള വാർത്തകളും ഇത്തരത്തിലുള്ള പ്രചരണവും കണ്ട് എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇത്രയും ക്ലാരിറ്റിയോടെ പറഞ്ഞിട്ടും ഇത് മനസ്സിലാക്കാതെ ഈ പ്രസ്ഥാന സ്നേഹികളെന്ന് പറയുന്ന വിഗ്രഹാരാധികൾ അവർക്ക് ഇനിയും കണ്ണു തുറക്കുന്നില്ല, മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ തരുന്ന സ്നേഹമോ ബഹുമാനമോ ഞങ്ങൾക്കൊരു വിലയുണ്ടായിരുന്നു. അങ്ങനെയുള്ള വില എനിക്ക് വേണ്ട. അങ്ങനെ ഷമീർ പാസ്റ്ററെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനല്ല പിന്നെന്താ കരുതിയത്? ഒരുത്തനെങ്കിലും വേണ്ടടോ ഇതൊക്കെ തെറ്റാന്ന് പറയാൻ? രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിരുന്ന പോലെ ഇതിൻ്റെ അകത്ത് ഒരുത്തനെങ്കിലും വേണ്ടേ തെറ്റാന്ന് പറയാൻ? അതിനെന്തത്ര പ്രശ്നം? അതിന് നല്ല നട്ടൽ എനിക്കുണ്ട്, നാളെയും പറയും. അങ്ങനെ സ്നേഹിക്കുന്നവർ സ്നേഹിച്ചാൽ മതി. അതുകൊണ്ട് ഇന്നും കൺവെൻഷനുണ്ട്. വെട്ടിയാറ് ഇന്ന് കൺവെൻഷനാണ്. പോകാൻ റെഡിയായി ഇരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് മീറ്റിങ്ങിനെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. വരുന്ന മുമ്പോട്ടുള്ള കൺവെൻഷനിലെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതാണ് ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്. മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.